പാലക്കാട് ഇരട്ട കൊലപാതകം. ചെന്താമരയ്ക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയത് പോലീസ് റിപ്പോർട്ട് തള്ളി. പ്രതി സൈക്കോ എന്ന നാട്ടുകാർ. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഇരട്ട കൊലപാതകം. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻ കോളനിയിലാണ് സംഭവം. ഇവിടുത്തെ താമസക്കാരായ സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. 20 സംഘമായിട്ടാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് കയറിയതായി നെന്മാറ MLA കെ ബാബു അറിയിച്ചു. അതേസമയം തന്നെ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് പ്രതി ചെന്താമരയെ തടയുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ കോടതി വിധിയും ചർച്ചയാകുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ അജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലാവുന്ന ചെന്താമരയ്ക്ക് ജാമ്യവ്യവസ്ഥയിൽ കോടതി നൽകിയ ഇളവാണ് ചർച്ചയാകുന്നത്. ഇളവ് അനുവദിച്ചതിൽ പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാമെന്നും സാക്ഷികളുടെ ജീവന് ഭീഷണി ഉണ്ടാകാമെന്നും പ്രോസിക്യൂഷൻ വഴി നെന്മാറ SHOയ്ക്ക് കോടതി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഈ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ചെന്താമരയ്ക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നടന്നത്. 2019 സുധാകരന്റെ ഭാര്യ അജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. കേസിൽ ജയിലിലായിരുന്ന ചെന്താമര എന്ന 58-കാരന് കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് 2022 മെയ് മാസത്തിലാണ് ജാമ്യം അനുവദിച്ചത്. നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊലപാതകം നടന്നത് നെന്മാറ സ്റ്റേഷൻ പരിധിയിലാണ്. കൂടാതെ മുഖ്യ സാക്ഷികൾ താമസിക്കുന്നത് ഇവിടെയാണ്. സാക്ഷികളുടെ ജീവന് ഭീഷണിയില്ലാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ താൻ ഡ്രൈവറാണെന്നും തനിക്ക് ഈ പ്രദേശത്ത് പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും കാട്ടി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി പ്രതി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. എന്നാൽ കൊലപാതകം നടന്നത് നെന്മാറ സ്റ്റേഷൻ പരിധിയിലാണെന്നും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാമെന്നും മുഖ്യ സാക്ഷികൾ താമസിക്കുന്നത് ഇവിടെയായതിനാൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകാമെന്നും കാട്ടി പ്രോസിക്യൂഷൻ വഴി ഇളവ് അനുവദിക്കരുത് എന്ന് നെന്മാറ SHO കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളി കോടതി പ്രതിയുടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പ് പ്രതി പലതവണ നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. പലതവണ പോലീസ് പ്രതിയെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പ്രതിയുടെ ഭീഷണി മൂലം ഇവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കാട്ടി ഡിസംബർ 29 സുധാകരനും മകളും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലും പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുകയായിരുന്നു. തന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ കാരണം ഇവിടെ ഉള്ളവരാണ് എന്ന കാരണം പറഞ്ഞാണ് പ്രതി നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുമായി അടുപ്പമില്ലാത്ത ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് ചെന്താമര എപ്പോഴും കരുതിയിരുന്നു. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിന് പിന്നിൽ. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇയാളുടെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞാണ് താമസം. ഭാര്യയും മക്കളും പിരിഞ്ഞു പോയതിന് കാരണം സജിത എന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ഈ സമയം സുധാകരന്റെ തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെയും മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയായിരുന്നു സജിതയെ ചെന്താമര വെട്ടിക്കൊന്നത്. കൊലപാതക ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിൽ ഒളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് ഇന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തുകയായിരുന്നു.